പി.കെ. ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് ബാധകമെന്ന് വിശദീകരണം. അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാകില്ലെന്ന് പിണറായിയുടെ വാദം. അതേസമയം തന്നെക്കുറിച്ചുള്ള വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് പോസ്റ്റ് പങ്കുവച്ച് പി.കെ. ശ്രീമതി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ വാർത്ത അനുസരിച്ച് ഈ പി.കെ. ശ്രീമതിയെ ഈ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി വിലക്കി എന്നൊരു വാർത്തയാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ആ വാർത്ത ശരിയല്ല, തന്നെക്കുറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നുള്ള ഒരു പോസ്റ്റാണ് പി.കെ. ശ്രീമതി പങ്കുവച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതായത് കേന്ദ്ര കമ്മിറ്റിയിൽ പി.കെ. ശ്രീമതിക്കുൾപ്പെടെ പ്രായപരിധി കണക്കിലെടുത്തുകൊണ്ട് ഇളവ് നൽകിയിട്ടുണ്ടായിരുന്നു. പി.കെ. ശ്രീമതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും തരിഗാമിക്കും ഉൾപ്പെടെ 75 വയസ്സ് പിന്നിട്ടെങ്കിലും ഇളവ് നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ. ഇതിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ ഇളവ് പരിഗണിക്കില്ല, അതുകൊണ്ട് പി.കെ. ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള വിലക്ക് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 19-നാണ് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തിയ പി.കെ. ശ്രീമതിയോട് കേന്ദ്ര കമ്മിറ്റിയിലെ ഇളവ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ബാധകമാകില്ലെന്നും സെക്രട്ടേറിയറ്റിൽ ഇനി പി.കെ. ശ്രീമതി പങ്കെടുക്കരുതെന്നും ദേശീയ കാര്യങ്ങളിൽ നടത്താനും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകിയിട്ടുള്ളതും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയം തന്നെ ദേശീയ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ ഒന്നും തന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് പി.കെ. ശ്രീമതി പിണറായി വിജയനോട് പറയുകയും ചെയ്തു, ചോദിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ട്. അപ്പോഴും കേന്ദ്ര കമ്മിറ്റിയിൽ നൽകിയിരിക്കുന്ന ഇളവ് സംസ്ഥാനത്തത് ബാധകമാകില്ല, സംസ്ഥാനത്തെ കാര്യങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി.കെ. ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഇപ്പോൾ പി.കെ. ശ്രീമതിയെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സമീപനം CPM-നകത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സമ്മേളനത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി M.A. ബേബിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മറുപടി അല്ലെങ്കിൽ പ്രതികരണം വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാറുണ്ട്. ഇതിപ്പോൾ പ്രായപരിധി കണക്കിലെടുത്താണ് പി.കെ. ശ്രീമതിക്ക് കേന്ദ്ര കമ്മിറ്റി ഇളവ് നൽകിയിരിക്കുന്നത്. ആ ഇളവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മിനിഞ്ഞാന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പി.കെ. ശ്രീമതി പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് അറിയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പി.കെ. ശ്രീമതി പങ്കെടുത്തിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയാണ് രാവിലെ മുതൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തന്നെ കുറിച്ച് ഇന്നിപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പ്രതികരിച്ചുകൊണ്ടാണ് പി.കെ. ശ്രീമതി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തുടക്കം വന്നിരുന്ന വാർത്ത അല്ലെങ്കിൽ പി.കെ. ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വിലക്കി എന്നുള്ള വാർത്ത അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുഖ്യമന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാക്കൾ അടക്കം അത്തരത്തിലൊരു വിലക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞുകൊണ്ടാണ് പി.കെ. ശ്രീമതി ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് തന്നെക്കുറിച്ച് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പി.കെ. ശ്രീമതിയുടെ വിഷയത്തിലെ പ്രതികരണം. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.